ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിനു മുമ്പും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏത്? IUCN. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ആൻസർ നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? WG റോസൻ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കാലാവസ്ഥ മാറ്റം. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചതാര്? ആൻസർ ടാൻസ്ലേ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്? ആൻസർ എടവക ഗ്രാമപഞ്ചായത്ത്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേരെന്ത്? ആൻസർ കാവുകൾ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഡെറാഡോൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏത്? ആൻസർ നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം? ആൻസർ കുറിഞ്ഞിമല. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഇടുക്കി. സ്റ്റോക്ക്ഹോം പ്രഖ്യാപനം നടന്ന വർഷം? ആൻസർ 1972. DDTയും മറ്റു കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത റേച്ചൽ ഗേഴ്സന്റെ പ്രശസ്ത പുസ്തകം? ആൻസർ നിശബ്ദ വസന്തം. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറമേത്? പച്ച. WWFന്റെ പൂർണ്ണരൂപം? ആൻസർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFന്റെ ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ട. കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനായുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? അമൃത ദേവി ബൈഷ്ണോയി. ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ്? ആൻസർ ബ്രസീൽ. ഊർജ്ജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏതാണ്? LED വിളക്ക്. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴ. ലോക തണ്ണീർത്തട ദിനം എന്ന്? ആൻസർ ഫെബ്രുവരി 2. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ആൻസർ പാമ്പാടും ചോല. ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുന്നതിന് കാരണമാകുന്ന പ്രധാന രാസവസ്തു ഏത്? ആൻസർ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏത്? ആൻസർ
മീഥൈൽ ഐസോസയനേറ്റ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ആൻസർ വങ്കാരി മത്തായി. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? പൂക്കോട് തടാകം. പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ആര്? ആൻസർ CK കരുണാകരൻ. മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതിയാര്? ആൻസർ ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. നീലപതാക സർട്ടിഫിക്കറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബീച്ചുകളുടെ ഗുണനിലവാരം. ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം? റഷ്യ. ലോക സമുദ്ര ദിനം എന്നാണ്? ആൻസർ ജൂൺ 8. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ്. ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ചേർന്നു നിൽക്കുക. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതി. സൈലന്റ് വാലി വനപ്രദേശത്ത് കാണപ്പെടാത്ത ജീവി ഏത്? ആൻസർ ചീവീടുകൾ. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം? ആൻസർ മധ്യപ്രദേശ്. ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം? ആൻസർ 1952. ആനകൾക്ക് പ്രസിദ്ധമായ ബന്ദിപ്പൂർ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ആൻസർ കർണാടക. പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രധാന UN സമ്മേളനം നടന്നത് എവിടെ വെച്ച്? സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28. അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏത്? എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.